ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. നമ്മുടെ ഷാനവാസ്, ഒനീല്, ജിസയിൽ, അക്ബർ ഒക്കെ കൂടി ഇരുന്നിട്ട് കുറെ കാര്യങ്ങൾ ആ ഒരു ഗാർഡൻ ഏരിയയിലെ സിറ്റ് ഔട്ടിലെ ഊഞ്ഞാലിലും ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട്. ഈ ഫാമിലി വീക്ക് തുടങ്ങിയതിൽ പിന്നെ അവൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. സ്ക്രീൻ സ്പേസിന് വേണ്ടി കാട്ടി കൂട്ടുന്നതാണ്. പ്രത്യേകിച്ച് ബിന്നിയുടെയും നൂബിന്റെയും അടുത്ത് അവരുടെ നടുക്കേ അവൻ പോയി ഇരിക്കത്തുള്ളൂ. അവരുടെ സ്വകാര്യത്തിൽ കൈ കടത്തുന്ന പെരുമാറ്റമാണ്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് എന്നൊക്കെ ഷാനവാസും ഒനിയിലും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. നെവിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്, ഒരാളായിട്ടല്ല. ഇവര് 3 പേരും തന്നെ നെവിനെ പറ്റി നല്ല ഒന്നാന്തരമായിട്ടിരുന്ന് കുറ്റം പറയുന്നുണ്ട്. ജിസയിലും പറയുന്നുണ്ട് നെവിൻ സ്വീറ്റ് ഹാർട്ട് ആണെന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ ഫൈറ്റ് ആണെന്ന് പറഞ്ഞിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വെട്ടുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അതേപോലെ അക്ബർ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. അന്ന് ഷാനവാസിക്കായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ അവന്റെ ഭാഗത്ത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാതെ ഞാൻ അവന്റെ പക്ഷത്താണ് നിന്നത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അവൻ അവസരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തതാണെന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഇപ്പൊ നിനക്ക് കിട്ടിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ പരിഹസിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ സാബുമാന്റെ ഫാദർ വന്നപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്ന സമയത്ത് മാത്രം പുള്ളിയുടെ കൈ കയറി പിടിച്ചു. വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല, പോകുന്ന സമയത്ത് കൈ കയറി പിടിച്ചു. ആ ഒരു കാര്യമൊക്കെ ഇവർ എടുത്തിടുന്നുണ്ട്. ഇതേപോലെ തന്നെ ലാലേട്ടന്റെ കയ്യിൽ പിടിച്ചത് ആ ഒരു കാര്യമൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അനിമോളയോ മറ്റോ ഡാഷ് മോളെ എന്ന് നെവിൻ എപ്പോഴും വിളിച്ചതായിട്ട് പറയുന്നുണ്ട്. അത് ആദിലേനെയാണെന്ന് തോന്നുന്നു. ഉടനെ ജിസയില് ഡാഷിനകത്ത് എന്താണെന്ന് അവരല്ലേ പറയേണ്ടത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അല്ല അവര് ഡാഷിനകത്ത് എന്തുവാന്നൊക്കെ മലയാളം പഠിക്കുക ജിസയിലെ. ഇവർ ഈ പറഞ്ഞതെല്ലാം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഈ ഫാമിലി വീക്ക് തുടങ്ങിയതിൽ പിന്നെ നെവിൻ ഇത്തിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ സ്പേസ് പിടിക്കാനായിട്ടുള്ള ആകുന്ന ശ്രമമാണ്. അതേപോലെ തന്നെ ഇവര് ആര്യനെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. അക്ബറൊക്കെ ഇരുന്ന് ആര്യനെ പറ്റി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ മുന്നിട്ട് നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെയാണ് ഫാമിലി വീക്ക് കഴിഞ്ഞിട്ടുള്ള, ഫാമിലി റൗണ്ട് കഴിഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ബിന്നിയോട് തോറ്റവനാണ്, മണ്ടനാണെന്നൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് ടാസ്ക് മനസ്സിലാക്കി കളിക്കണമെന്ന് അവൻ 100 തവണ പറയും. പക്ഷെ അവന് ടാസ്ക് മനസ്സിലാക്കി കളിക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ജിസയിൽ പറയുന്നുണ്ട് ഈ ആഴ്ച ബിന്നിക്ക് വളരെ ലക്കി ആയിരുന്നു എന്ന്. ജിസയിലിന് മാത്രമാണ് ഇങ്ങനെ തോന്നുന്നത്. അക്ബറും ഒനിയിലും ഷാനവാസും ഒക്കെ പറയുന്നുണ്ട് ബിന്നി നന്നായിട്ട് കളിച്ചിട്ടാണ്, അല്ല ലക്കും കാര്യങ്ങളൊന്നും അല്ല എന്നൊരു കാര്യം. ഒന്നും ലക്കൊന്നും അല്ല, ടാസ്ക് ഒക്കെ ഹാർഡ് വർക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഒനിയിൽ പറയുന്നുണ്ട്. 70% ഹാർഡ് വർക്ക്, 30% ലക്ക് ഒക്കെ ജിസയിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈവിലെ ഇവരുടെ ഡിസ്കഷൻ കേട്ടോ. അക്ബർ ആകെ മൊത്തം ഗെയിം മാറ്റിയ മട്ടാണ്. പിന്നെ നെവിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആര്യനെ പറ്റിയും പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം ആര്യൻ ആ ഒരു ടാസ്ക് ശരിക്കും മനസ്സിലാക്കാതെയാണ് ചെയ്തത്. ആര്യന്റെ സ്പീഡും കാര്യങ്ങളും ഒന്നും മാച്ച് ആയില്ല. ആര്യൻ ബിന്നിക്കായിട്ട് വിട്ടുകൊടുത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കില്. അപ്പൊ ഇതൊക്കെയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.